നമ്മൾ 3 മാസത്തേക്ക് വിമർശനം വേണ്ട എന്ന് തീരുമാനിച്ചാൽ അത് സമ്മതിക്കാത്ത അവസ്ഥ കെ മുരളീധരൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. ഇപ്പോൾ DHSൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഔദ്ധത്യവും താൻപോരിമയും ധാർഷ്ട്യവുമാണ് യഥാർത്ഥത്തിൽ തുടർച്ചയായി ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എന്താ ആദ്യം പറഞ്ഞത്, തുരപ്പം പണി കാണിക്കുന്നവരെ പുറത്താക്കും എന്നാണ്. DHS എന്ന് പറഞ്ഞാൽ ആരാണ്? ഇതിലേറ്റവും ഉയർന്ന തലത്തിലിരിക്കുന്നയാൾ. DHSൻ്റെ കീഴിലേക്കാണ് ഒരു പകർച്ചവ്യാധി മോചന പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അവിടുന്ന് താഴോട്ടാണ് ഇത്. അതുപോലും ഉള്ള ആ ആലോചന പോലും ഇല്ലാതെയാണ് ഈ പകർച്ചവ്യാധി കാലത്ത് അവരെ മാറ്റിയിട്ട് ഇത്തരം വാചകേടി കൂടിയാണ് അദ്ദേഹം നടത്തുന്നത്. മാത്രമല്ല നുണ പറഞ്ഞാൽ മാറ്റിയത്. 15 ദിവസത്തേക്ക് അവധിക്ക് അപേക്ഷ കൊടുത്തു ഇവരെന്ന് പറഞ്ഞിട്ട് തെറ്റായ കാര്യം ഉത്തരവായി ഇറക്കി ആണ് ഇവർ മാറ്റിയത്. അതുകൊണ്ടാണല്ലോ ഈ ഹൈക്കോടതിയിൽ ഇന്നിപ്പോൾ വിധി പറയാൻ മാറ്റി വെച്ചു, പക്ഷേ സ്റ്റേ കൊടുത്തില്ല. അത് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് നമ്മൾ കണ്ടു. എനിക്ക് തോന്നുന്നില്ല ഹൈക്കോടതിയും ഇതിലൊരു അനീതി നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലിലേക്കായിരിക്കും ഒരുപക്ഷെ എത്തുക തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഇങ്ങനെയല്ലല്ലോ ഇത്തരം ഒരു സാഹചര്യം കൈകാര്യം ചെയ്യേണ്ടത്. മാത്രമല്ല അതിലൊരു തിരികിയത് ഓർമ്മയില്ലേ, ശബരിമല കൊണ്ട് തിരിയുക, ഇങ്ങനെയുള്ള തുരപ്പൻ പണി കെ മുരളീധരൻ കാണിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പുറത്ത് ഇതിൽ ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? മുൻമന്ത്രി വീണ ജോർജ്, ആരോഗ്യവകുപ്പ് മന്ത്രി, ഇത് പറയുമ്പോൾ വീട്ടിലിരുത്തിയവർക്ക്, സനീഷ് നേരത്തെ പറഞ്ഞതാണ്, വീട്ടിലിരുത്തിയവരെ അവർക്ക് മറുപടി പറയാൻ നിവൃത്തിയില്ല, പോയി പണി നോക്കാൻ പറ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചങ്ങ് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അത് സഭയിലും തുടങ്ങിയതാണ്. സഭയിൽ അദ്ദേഹം പറഞ്ഞത് റീൽസ്, ആദ്യത്തെ 5 വർഷത്തെ റീൽസ്, പിന്നെയുള്ള വീണമീട്ടൽ എന്ന്. എന്ത് പരിഹാസ്യമായ ഭാഷയാണ് കെ മുരളീധരൻ്റെ എന്ന് ആലോചിച്ച് നോക്ക്. കാരണം അങ്ങനെയാണോ ഇത്തരം ഒരു വിഷയത്തെ? അപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാൾക്ക് എഴുന്നേറ്റ് നിന്ന് ചോദിക്കാമല്ലോ, ഈ മുരളീവാദനവുമായിട്ട് ഇങ്ങനെ നടന്നാൽ ഈ 17 പേര് മരിച്ച സാഹചര്യം ഉണ്ടാകുമെന്ന് തിരിച്ചു പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? ഈ എറണം കെട്ടവൻ പ്രയോഗത്തിൻ്റെയൊക്കെ തുടർച്ച അദ്ദേഹം ഉപേക്ഷിക്കുന്നില്ല. അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാനിപ്പം സർക്കാരിൻ്റെ ഭാഗമായി ഇരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ നിലപാട് വേറെയാണെന്ന് പറഞ്ഞല്ലോ. ആണെങ്കിൽ ആ മട്ടിൽ വേണ്ടേ അദ്ദേഹത്തിൻ്റെ ഭാഷാപ്രയോഗവും അദ്ദേഹം ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതും ആ മട്ടിൽ വേണ്ടേ? അങ്ങനെയല്ല. അന്നത്തെ അതേ ഭാഷ അദ്ദേഹം തగ్గടിച്ച് മുമ്പോട്ട് പോയാൽ സംഗതി വലിയ ആളാകും എന്നുള്ളൊരു തോന്നലിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അബദ്ധമാണ്. കാരണം 7 സ്ഥലത്ത്, അത് ഒന്നുമല്ല, അതായത് കോഴിക്കോട്, തൃശ്ശൂർ, വയനാട്, വടക്കാഞ്ചേരി, കൊടുവള്ളി, നേമം, അതായത് കേരളം മുഴുവൻ നിന്ന് തോറ്റു തൊപ്പിയിട്ടയാളാണ് കെ മുരളീധരൻ. എന്നിട്ടാണ് വീട്ടിലിരുത്തിയവരോട് മറുപടി പറയാനില്ല, പോയി പണി നോക്കാൻ പറയുന്നത്. 7 തവണ. അപ്പൊ എല്ലാവരും അദ്ദേഹം മന്ത്രിയാണ്. അതിന്റെ ഒരു ഉത്തരവാദിത്വം അദ്ദേഹം കാണിക്കട്ടെ.